ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ടാൾക്കാരും, ധന്യ മിസ്, രാഗിണി മിസ്, ഞങ്ങൾ ഇത്രയും പേര് ഒന്ന് വൈകുന്നേരം ഈ ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. ഇവരെന്നെ വീഡിയോ പോകെ നിങ്ങൾക്ക് മനസ്സിലാവും. ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു നോക്കൂ. എന്താണെങ്കിലും ഓൾറെഡി ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. ഞങ്ങൾ പക്ഷേ ഇതുവരെ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. വെയിറ്റിങ്ങിലാണ് ഗൈസ്. രണ്ടുപേരും മാറി മാറി വ്ളോഗ് എടുക്കാണ് കേട്ടോ. വ്ളോഗർ ധന്യ ദേവപ്രസാദ്, വ്ളോഗർ അല്ലാത്ത രാഗിണി മിസ്. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാന്ന് അറിയില്ല, എന്നാലും ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കാം. ഞങ്ങളുടെ കാത്തി റോളും പോമോഗ്രാനൈറ്റിൻ്റെ ജ്യൂസുമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ വന്നു. വോയിസ് ഉണ്ടോയെന്ന് അറിയില്ല, ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിനി വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. എനിക്ക് പേഴ്സണലി പോമോഗ്രാനൈറ്റിൻ്റെ ജ്യൂസ് ഇഷ്ടമല്ല കേട്ടോ. പാവം ഇഷ്ടമില്ലാത്ത ജ്യൂസ് കുടിച്ച് ഞങ്ങൾക്ക് വേണ്ടി കുടിക്കുന്നു. പക്ഷെ അതിന് വേണ്ടി പകരം പൊറോട്ട. ഇവിടെ പൊറോട്ടയിൽ 10 രൂപയുടെ ഓംലെറ്റും വെച്ച് ഇച്ചിരി ചിക്കനും ഇട്ടിട്ട് 95 രൂപയുടെ കാത്തി റോൾ കഴിക്കുന്നത് പറയാം, കുറ്റം പറയണം. അങ്ങനെ കുറച്ച് നേരത്തെ യുദ്ധത്തിന് ശേഷം ഞങ്ങളത് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ധന്യ മിസ്സിൻ്റെ സ്ട്രോക്ക് പൊട്ടിയിട്ടോ, അതിലിട്ട് കുത്തിയിളക്കിയിട്ട്. എനിക്ക് സാധനം ഇഷ്ടമല്ലാത്തതുകൊണ്ട് എൻ്റെത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് മേക്കപ്പ് ഇടാണ് കേട്ടോ എല്ലാവരും. ആരുടെ പൈസ ഞാനാട്ടോ കൊടുക്കുന്നത്. എനിക്ക് ജ്യൂസ് ഇഷ്ടമല്ല, അതാണ് എൻ്റെ ജ്യൂസ്. എൻ്റെ 95 റുപ്പീസ് പോയി. ഇത് പട്ടാമ്പി, മേലെ പട്ടാമ്പിയാണ് കേട്ടോ ഈ ജ്യൂസിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത്. ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഞങ്ങളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, ബാക്കി അവിടെ നിന്ന് കാട്ടിത്തരാം. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഇമ്മാനുവൽ സിൽക്സ് ആണ് കേട്ടോ. ചെറിയൊരു ഷോപ്പിംഗ് രാഗിണി മിസ്സിന്. ഞങ്ങൾ വെറുതെ വരികയാണ് കേട്ടോ കൂടെ. എന്താണെങ്കിലും പ്രത്യേകിച്ചൊന്നും എടുക്കില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച 2 ഡ്രസ്സ് എടുത്തു കേട്ടോ. അപ്പം ഇനി ഒന്നും വേണ്ട വെച്ചിട്ടാണ്. നോക്കട്ടെ. അതിന് ഉത്തരം പറഞ്ഞ എന്നെ ട്രോളാണ് കേട്ടോ. ആളുടെ യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് എന്നെ ട്രോളാണ്. ഞാനങ്ങനെ ആരെയും ട്രോളാത്തതുകൊണ്ട് അതെ രക്ഷപ്പെട്ടു. ഈ ചേച്ചിയാണ് ഞങ്ങളുടെ മാം. ആക്ച്വലി എനിക്കൊന്നും എടുക്കാനുണ്ടായിരുന്നില്ല. രാഗിണി മിസ്സിനുള്ളൊരു പർച്ചേസിങ് ആയിരുന്നു, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ പർച്ചേസിംഗ് ഒക്കെ അവസാനം കഴിഞ്ഞപ്പോൾ എടുത്തത് മുഴുവൻ ധന്യ മിസ്സാന്ന് മാത്രം. അവിടെ വലിയ കളക്ഷൻസൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ നമുക്കതിന് അഫോർഡബിൾ അല്ല. നമ്മൾ വിചാരിച്ച റേറ്റിനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതുപോലെ ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്ന് എനിക്കിതേപോലെ വലിയ കളക്ഷൻസ് ഒന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് വിചാരിച്ച റേറ്റിനുള്ള സാധനം ഉണ്ടോ തന്നെ അവിടെ നോട്ടെ. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച അഫോർഡബിൾ അല്ല. അപ്പോൾ ഞങ്ങൾ വേറെ സാരി സെഷനിലൊന്ന് പോട്ടെ, അവിടെ കുറച്ച് സാധനം നോക്കാം. ഈ റിവ്യൂ പറഞ്ഞിട്ട് നാളെ ഞങ്ങൾ ഉണ്ടാവുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഞങ്ങൾ നൈസീസ് കയറി തല്ലും. നമുക്ക് നോക്കാം. സാരിയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അഫോർഡബിൾ റേറ്റ് ആയിട്ടും തോന്നി കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് 299 ഉള്ള സാരീസ്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല സാരീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരിക്കലും പ്രൊമോഷൻ അല്ല കേട്ടോ, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങോട്ടേക്ക് കയറിയവരുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ സാരിയും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി കുറേ എണ്ണം. അവസാനം ധന്യ മിസ് ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്ന സാരിയാണ് ലൈവായിട്ട് കാണാം നിങ്ങൾക്ക്. ലൈവായിട്ട് ആ ചേച്ചി ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കൂടി ഒരുമാതിരിയായിട്ട് നിൽക്കുക. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ദേ ഞങ്ങൾ ഇറങ്ങുന്നു. അതെ, വീട്ടിലോട്ട് പോകണം. അയ്യോ, ഇതിപ്പോൾ എത്രാമത്തെ ഫ്ലോറാ? അല്ലേ, ഇത് എത്രാമത്തെ ഫ്ലോറാ? നമ്മൾ ആ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ചേട്ടനെ ഇഷ്ടപ്പെട്ടു ഇത്രേ.
ലിഫ്റ്റിൽ വന്നുകൊണ്ട് ഇതിപ്പോൾ എത്രാമത്തെ ഫ്ലോറാന്നുള്ളത് അറിയണില്ല കേട്ടോ. താഴെ എത്തി. ലെവൽ സിൽക്സിലെ ക്രിസ്മസ് ട്രീ പുൽക്കൂടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഔട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 വഴിക്കായിട്ട് പിരിഞ്ഞു കേട്ടോ. രാഗിണി മിസ് സ്റ്റാൻഡിൽ തന്നെ കയറിയത്. ആൾ ഷൊർണൂരിക്കാണ്. ധന്യ മിസ് 2 വീലറിലായതുകൊണ്ട് ആൾ ആ സൈഡിലേക്കും പോയി. പള്ളിപ്പുറമാണ് ആളുടെ വീട് വരുന്നത്. ഞാൻ ഗുരുവായൂർ ബസ്സിനും കയറി കേട്ടോ. ആക്ച്വലി ഞാൻ കയറിയ ബസ് ഇതായിരുന്നില്ല, വേറെ ബസ്സായിരുന്നു. പക്ഷേ ഈ ബസ് ആദ്യം എടുക്കും പറഞ്ഞുകൊണ്ട് ഇതിലോട്ട് വീണ്ടും ചാടി വലിഞ്ഞ് കയറി. ഈ ബസ് കൂറ്റനാട് വരെ ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി നല്ല തിരക്ക് കുറവായിരുന്നു ബസ്സിൽ. കുറച്ച് റാൻഡായിട്ട് അവിടെ ഇവിടെ ഓരോ ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു ധൈര്യത്തിന് ഫ്രണ്ടിലൊക്കെ കയറി നിന്നിട്ട് ഞാൻ വീഡിയോ എടുക്കണ മാതിരിയൊക്കെ ഇരുന്നു. പിന്നെ കുഴപ്പമില്ല. ഡ്രൈവർ ചേട്ടൻ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ എന്നോട് വർത്താനൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ഓക്കെ ആയി. നല്ല തിരക്കുണ്ടായിരുന്നു. അതേപോലെ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ട്രാഫിക്കായിരുന്നു കേട്ടോ. നമുക്ക് ഒരു രക്ഷയില്ല. വൈകുന്നേരം നേരത്തൊക്കെ ഈ പട്ടാമ്പി ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഈ ഈവനിങ് ടൈമിൽ പട്ടാമ്പി ഭാഗത്തേക്ക് ഇറങ്ങുന്നവരുണ്ടെങ്കിൽ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യും നിങ്ങളുടെ എക്സ്പീരിയൻസ് കേട്ടോ. നല്ല സൺസെറ്റ് ആയിരുന്നു കണ്ടോ. ആ പക്ഷികളൊക്കെ പറക്കുന്നത് എന്ത് ഭംഗിയായിരുന്നു വെച്ചിട്ടാണ്. എനിക്ക് ഫോണിൽ കൂടെ കാണുന്നതിലേക്ക് നല്ല വ്യൂ ആയിരുന്നു. ലൈവായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. വെള്ളം ആക്ച്വലി പുഴയിൽ കെട്ടി നിർത്തിയിട്ടുണ്ട് തോന്നുന്നു. വെള്ളം നല്ല കുറച്ച് ഉയർച്ചയൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ടൈമിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറ്. ഈ ടൈം എന്ന് പറയുമ്പോൾ 7 മണി ആയിട്ടേ ഉള്ളൂ, പക്ഷെ അധികമായിട്ടൊന്നുമില്ല. പക്ഷേ ആരെങ്കിലും ഉണ്ടാവാറുണ്ട് കൂടെ ടൈമിലൊക്കെ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇപ്പോൾ ഈ ഒരു സീസൺ ആവുകൊണ്ട് തന്നെ നല്ല ഇരുട്ടാവുന്നുണ്ട് പെട്ടെന്ന്. കണ്ടോ, ഞാൻ ബസ് ഇറങ്ങിയിട്ട് ഓട്ടോനാണ് ഇപ്പോൾ പോകുന്നത്. കാരണം ബസ് കാത്ത് നിൽക്കുകയാണെങ്കിൽ ഇനി ലേറ്റ് ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 7 മണി ആവാനായല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ കേട്ടോ. ഞാൻ ഫ്രണ്ട് ക്യാമറ കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇരുട്ടാണ്, ഒന്നും ക്ലിയർ ആവില്ല. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് ഔട്ടിങ് ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.